അവിശ്വാസികളും വിശ്വാസികളും തമ്മിൽ നടക്കുന്ന ഏറ്റവും വലിയ ഫൈറ്റ് എന്ന് പറയുന്നത് ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഈ ഡയമെൻഷണൽ വ്യൂയിങ്ങിന്റെ വെച്ച് നോക്കിയിട്ട് നമുക്ക് മനുഷ്യൻ എന്ന ഒരു ജീവിയുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമല്ല. ആ ചോദ്യം തന്നെ ഉദിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ചോദ്യം ഉദിക്കുന്നത് തന്നെ ദൈവമുണ്ട് എന്നൊരു ആദ്യത്തെ ഒരു തീരുമാനത്തിൽ നിന്നാണ്. ദൈവം ഉണ്ടെന്നുള്ള തീരുമാനം. ഇപ്പം ദൈവം എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് അറിയത്തേ ഇല്ലെങ്കിൽ ആ ചോദ്യം വരുന്നില്ല. ഇത് ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ദൈവം എന്നുള്ളത് തന്നെ ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ തലച്ചോറ് പണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, പ്രകൃതി ശക്തികൾ ഒക്കെ നമ്മളെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഗോഡ് ഹോൾ എന്ന് പറയും. ദൈവത്തിന് വേണ്ടി ഒരു ചെറിയ ഗുഹ തലച്ചോറിലുണ്ടെന്നാണ്, ഗോഡ് ഹോൾ ഉണ്ടെന്നാണ് പറയുന്നത്. പണ്ട് തന്നെ ഒരു ദൈവസങ്കല്പം നമ്മുടെ തലച്ചോറിൽ കുടിയേറിയിട്ടുണ്ട്. അത് അക്കാലത്തെ, നേരത്തെ പറയുന്നത് അക്കാലത്തെ അതിജീവനത്തിന് വേണ്ടി നമ്മൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന ഒന്നാണെന്നുള്ളതാണ്. ഇതുവരെ ദൈവമുണ്ട് എന്നുള്ളതിന് ഒരു പ്രൂഫും ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. വിശ്വസിക്കുക എന്നുള്ളതല്ലാതെ ഒരു ദൈവവും ആരെയും ഒന്ന് സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് യാതൊരു പ്രൂഫും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ പിന്നെ എന്തുകൊണ്ട് ഈ മനുഷ്യർ മാത്രം ഇരുന്നു? മനുഷ്യർ ഒരു ചെറിയൊരു സ്പീഷീസാണ്. ബാക്കി ജീവലോകം നോക്കുകയാണെങ്കിൽ, ബാക്ടീരിയകളോ വൈറസുകളോ മറ്റ് ജീവികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ മനുഷ്യൻ തീരെ ഒരു തുച്ഛമായ ഒരു ജീവിയാണ്. ആ ജീവിക്ക് മാത്രം ഒരു പ്രപഞ്ച ശക്തി ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ പൊട്ടത്തരമാണ് എന്നേ ഉള്ളൂ. ആ ജീവിക്ക് മാത്രം എന്തുകൊണ്ട് ഒരു നിയന്ത്രിതാവ് അല്ലെങ്കിൽ നിയന്ത്രിതാവണോ പെണ്ണോ ആയിരിക്കട്ടെ. ബാക്കി എന്തുമാത്രമാണ് വെറൈറ്റികളുള്ള മനുഷ്യനൊരു ചെറിയ സ്പീഷീസാണ്. നമ്മൾ പാമ്പിനെ നോക്കുക, എന്തുമാത്രം സ്പീഷീസുകളാണ് പാമ്പുകൾ, എന്തുമാത്രം സ്പീഷീസാണ് മറ്റ് മാമൽസൊക്കെ. മുയൽ വെറൈറ്റിയിൽ ഒരുപാട് സ്പീഷീസുകളാണ് മുയൽ. ഇതൊക്കെ അവരുടെ ദൈവങ്ങളോ? അവർക്ക് ആ ദൈവം വേണ്ടേ? ഇത് ഒരു ജീവിയെ ഇങ്ങനെ രാവിലെ എണീറ്റ് ഈ ജീവികളെ നോക്കുന്നവർക്ക് എന്തുകൊണ്ട് ഇവരുടെയൊക്കെ ദൈവങ്ങൾ എവിടെയാണ് എന്നുള്ളത് അത് ഓവിയൻ്റെ കഥകളിൽ ഓവിയൻ എഴുതിയിട്ടുണ്ട് മീനുകളുടെ ദൈവത്തെക്കുറിച്ച്.